കോഴിക്കോട്ടേക്ക് പോകാം. അവിടെ നിന്ന് റിയാസ് കൂടുതൽ വിവരങ്ങൾ നൽകും. കോഴിക്കോട് കക്കടാംപൊയിൽ പീടികപ്പാറയിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. ഗതാഗത തടസ്സം, അതുപോലെ ചിലരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യം. റിയാസ് പറയൂ. എന്തായാലും കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. രാവിലെ ഒരു ചെറിയൊരു ഇടവേള എടുത്തെങ്കിലും മഴ പിന്നീട് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നൊരു കോഴിക്കോട് നഗരത്തിലെല്ലാം തന്നെ രൂക്ഷമായ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. കിഡ്സൺ കോർണർ, അതുപോലെ തന്നെ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം ങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള വെള്ളക്കെട്ടുകൾ രൂക്ഷമാകുന്നു. വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള വലിയ ദുരിതമുണ്ട്. മഴ നിർത്താതെ പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മൾ നിൽക്കുന്ന പരിസരത്തെല്ലാം തന്നെ വലിയ തോതിൽ മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയോര മേഖലയിലും മഴ ശക്തമാണ്. മലയോര മേഖലയിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതായത് ഇന്നലെ രാത്രിയിലെല്ലാമായി ഉണ്ടായ നാശനഷ്ടമാണ്. പ്രധാനമായും ഈ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചത് നീലേശ്വരം വില്ലേജിലാണ്. നീലേശ്വരം വില്ലേജിൽ അനുപമ ചോത്താല എന്നിവരുടെ വീടിനോട് ചേർന്ന് സംരക്ഷണ ഭിത്തി ഇന്നലെ മഴയിൽ അവിടെ തകർന്ന് വീടിന് ഭീഷണിയാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇവരോടാണ് ബന്ധുവീട്ടിലേക്ക് ഇവരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പുതുപ്പാടി വാർഡ് 2-ൽ ദേവദാലിക്കര എന്നയാളുടെ വീട് മഴയിൽ ഭാഗികമായി തകരുകയും ചെയ്തു. ചാലിയത്ത് ഈ പറഞ്ഞതുപോലെ കനത്ത മഴയുണ്ടായിരുന്നു. ആ മഴയിൽ കുന്നുമ്മൽ അങ്കണവാടിക്ക് സമീപം മൊയ്തീൻ കോയ എന്നയാളുടെ വീടിൻ്റെ വിറക് പുര ഇടിഞ്ഞു വീഴുകയും അത് നേരെ സമീപത്ത് നിർത്തിയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്കാണ് ഇടിഞ്ഞു വീണത്. ആ ഓട്ടോറിക്ഷ തകരുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല ഈ സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. മലയോരത്ത് പലയിടങ്ങളിലും ഈ മരങ്ങൾ കടപുഴകുന്ന ഒരു സാഹചര്യമുണ്ട്. പുഴകൾ നിറഞ്ഞൊഴുകുന്നു. ഇരുവഴിഞ്ഞി പുഴയും ഒപ്പം ചാലിയാറുമെല്ലാം നിറഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മഴ വീണ്ടും ശക്തമായി തുടരുകയാണ്. ഈ പറഞ്ഞതുപോലെ ഇന്നലെ രാത്രിയെല്ലാം തന്നെ മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. മണിക്കൂറുകളെടുത്താണ് ഈ മണ്ണിടിച്ചിലിന് ഒരു പരിഹാരം ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. എന്തായാലും ഈ മണ്ണിടിച്ചൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടരുന്നു. മരങ്ങൾ കടപുഴകി വീഴുന്നു. ഇന്നിപ്പോൾ രാവിലെ കാര്യമായ ഒരു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. രാവിലെയോ പുലർച്ചെയോ ഉണ്ടായിട്ടില്ല. ഇന്നലെ രാത്രിയിലാണ് പ്രധാന സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്.